ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുരിശിലെ പുനരൈക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കുരിശിലെ പുനരൈക്യത്തിലേക്ക് ഉള്ള വിചിന്തനങ്ങൾ തുടങ്ങി വച്ചിരുന്നു. സ്നാപയോഹന്നാൻ്റെ ആഹ്വാനത്തിൽ അധിഷ്ഠിതമായ ഒരു റെസ്പോൺസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം ആ തലങ്ങളൊക്കെ നമ്മൾ മാർ യോവാനീസ് പിതാവിൽ ഒത്തിരി ആഴത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. പിന്നീട് ആ മ്ലേച്ഛതയുടെ അടിത്തട്ടുകളെ അദ്ദേഹം സമീപിക്കുന്നതും അതിനോടൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ സന്യാസത്തിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ ആയിട്ട് പിന്നീട് മാറുന്നത്. സ്നാപയോഹന്നാൻ്റെ ആഹ്വാനം, നിങ്ങളുടെ താഴ്വരകൾ നിങ്ങൾ ഉയർത്തണം, മലയും കുന്നുകളൊക്കെ നിരത്തണം, വളഞ്ഞ വഴികളെ നേരെയാക്കണം, പരുപരുത്തവയെ മൃദുലമാക്കണം, അങ്ങനെ നിങ്ങൾ ഒരു രാജപാത സൃഷ്ടിക്കുവിൻ അല്ലെങ്കിൽ ഒരുക്കുവിൻ. അപ്പോൾ സകല സൃഷ്ടി ആ ദൈവത്തിൻ്റെ രക്ഷയെ കാണും, അല്ലെങ്കിൽ അവരെല്ലാവരും പുനരൈക്യപ്പെടും. ദൈവവുമായിട്ടും മനുഷ്യരായിട്ടും ഒക്കെ അവരെല്ലാവരും പുനരൈക്യപ്പെടും. ഈ 4 തലങ്ങൾ കുരിശിലെ പുനരൈക്യത്തിൻ്റെ ഒന്നാം ഭാഗമായിട്ട് ഞാൻ പറയാൻ കാരണം, ഈ 4 തലങ്ങൾ നമ്മൾ കുരിശിനെ കാണുന്ന ആ ഒരു സമീപനമാണ്. കുരിശിൻ്റെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിയുന്ന, അല്ലെങ്കിൽ ത്രോണോസിൽ നിന്ന് ഇറങ്ങി വരുന്ന പാപപരിഹാരപ്രദമായ ആ ഒരു കരുണയ്ക്ക് നമ്മൾ അഭിമുഖരാകുമ്പോൾ, നമ്മൾ ഒന്നിനെയും ഒളിച്ചു വെക്കാതെ നമ്മുടെ താഴ്വരകളെയും കുന്നും മലയും വളഞ്ഞ വഴികളും പരുപരുത്തതും എല്ലാമായിട്ടാണ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്. അതിനെയൊക്കെ മനസ്സിലാക്കി, അതിനെയൊക്കെ അഭിമുഖീകരിച്ച്, അതിനെയൊക്കെ ആ നോർമലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുക. എനിക്ക് സാവകാശം വേണ്ട, ഇപ്പോൾ എനിക്ക് പുനരൈക്യപ്പെടണം എന്ന് പറഞ്ഞ് നമ്മൾ കുരിശിൻ്റെ ചൂട്ടിലേക്ക്, അല്ലെങ്കിൽ പാപം വഹിക്കുന്ന, പാപം മോചിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ കരുണയാൽ നിറഞ്ഞ ദൈവം ആ പാപപരിഹാരമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് കുരിശിലാണ്. അപ്പൊ കുരിശും നമ്മളോട് 4 തരത്തിൽ പ്രതികരിക്കും. നമ്മളെങ്ങനെയാണോ രാജപാത ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ കുരിശും നമ്മളോട് പ്രതികരിക്കും. അത് അറിയണമെങ്കിൽ നമ്മൾ ഈ കുരിശിൻ്റെ വഴിയെ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന കുരിശിൻ്റെ വഴിയുടെ അപ്പുറത്തേക്ക് പോകണം. അത് പീഡാസഹനത്തിൻ്റെ വഴിയായിട്ട് കാണണം. പലപ്പോഴും കുരിശിൻ്റെ വഴി നമ്മൾ നടത്തിയിട്ട് പീഡാസഹനത്തിൻ്റെ വഴിയെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. ആ 14 സ്ഥാനങ്ങളുടെ കുരിശിൻ്റെ വഴി ഒരു നല്ല ഡിവോഷനാണ്. പക്ഷെ ഒരു പീഡാസഹനത്തിൻ്റെ വഴി കൂടി നിങ്ങൾ ബൈബിള് വായിച്ച് അങ്ങനെ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. ഗെത്സെമൻ മുതൽ യേശുവിൻ്റെ ഉത്ഥാനം വരെയുള്ള സമയങ്ങൾ, പിലാത്തോസിൻ്റെ അരമനയിൽ പിലാത്തോസ് കൈ കഴുകി ഇവൻ മരണത്തിന് യോഗ്യനാകുന്നു എന്ന് പറയുന്ന സ്പോട്ടിൽ നിന്നല്ല തുടങ്ങണ്ടേ, ഗെത്സെമനിൽ നിന്ന് തുടങ്ങണം. അവിടെ മരണത്തോളം മനസ്സ് വിഷമിച്ചു നിൽക്കുന്ന ആ ഒരു വ്യക്തി, പിന്നീട് ആ യൂദാസിൻ്റെ ചുംബനം, അങ്ങനെ ആ സൈഡുകളൊക്കെ നിങ്ങൾക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞു പോയി നോക്കണം. അപ്പോഴേ കുരിശിൻ്റെ പുനരൈക്യത്തിൻ്റെ ആത്മാവിലേക്ക് നിങ്ങൾ കടക്കുകയുള്ളൂ. അപ്പോൾ കുരിശിൻ്റെ പാക്കേജ് ആ കുരിശിൽ യേശു മരിക്കുന്ന ആ ഒരു പോയിന്റ് അല്ല, അത് തൻ്റെ പീഡാസഹനത്താൽ, തൻ്റെ തിരുമേനിയുടെ പീഡാസഹനത്താൽ അതിനെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ. അപ്പോൾ പീഡാസഹനം അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരണം. ചിലപ്പോഴൊക്കെ മലങ്കര കുർബാനയിൽ അവർ പറയും തൻ്റെ പങ്കപ്പാടാൽ എന്ന് പറയുന്ന പങ്കപ്പാട്. റിയലി സ്ട്രഗിൾഡ്. അത് മരണത്തിന് മുമ്പ്. സോ പാഷൻ, ഡെത്ത് ആൻഡ് റെസറക്ഷൻ, അത് 3 കൂട്ടിയുമ്പോഴാണ് നമ്മൾ പാസ്കാ രഹസ്യം എന്ന് പറയുന്നത്, അല്ലെ പെസഹ രഹസ്യം എന്ന് പറയുന്നത്. ദ പാഷൻ, ഡെത്ത് ആൻഡ് റെസറക്ഷൻ, ദാറ്റ് പാഷൻ. അപ്പോൾ പലപ്പോഴും നമ്മൾ കുരിശിൽ മാത്രമാണ് ആ പാഷൻ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആ തുമ്പിക്കളിക്കാരനെ കാണാൻ കഴിയുള്ളൂ.
ആ പീഡിപ്പിക്കുന്നവനെ അല്ലെങ്കിൽ പീഡിതനാകുന്ന യേശുവിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷെ പുനരൈക്യം നടക്കുന്നത് അല്ലെങ്കിൽ പുനരൈക്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ കുരിശിൻ്റെ പ്രതികരണം നമ്മൾ ചെയ്യുന്ന അപരാധങ്ങളിൽ മാത്രമല്ല, നമുക്ക് ചൂഴ്ന്നു നിൽക്കുന്ന അല്ലെ നമ്മളെയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന പാപത്തിൻ്റെ തലങ്ങളെ കൂടി മാറ്റിക്കൊണ്ടാണ് അത് നടക്കുന്നത്. അപ്പൊ കുരിശിനെ എങ്ങനെ കാണണം നമ്മൾ? കുരിശിനെ വളരെ വിഷമിച്ച് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു, അത് മാത്രമല്ല നമ്മൾക്ക് വേണ്ടി സഹിച്ച പീഡ അനുഭവിച്ച യേശു, ആ പീഡനങ്ങളും നമ്മൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതറിയണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരു 700 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു എന്തിനാണ് മരിക്കുന്നതെന്നും യേശുവിൻ്റെ കുരിശിൻ്റെ ആ ആധ്യാത്മികത എന്താണെന്നൊക്കെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കുരിശിൽ എന്താണ് നടന്നത് അല്ലെങ്കിൽ കുരിശിൻ്റെ പാക്കേജ് എന്താണ് എന്നുള്ളത് യേശയ്യ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് കുരിശിലെ പുനരൈക്യത്തിൻ്റെ ഈ ഭാഗത്ത് കുരിശ് നമ്മളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മൾ രാജപാത നിർമ്മിക്കുമ്പോൾ നമ്മുടെ താഴ്വരയെയും കുന്നിനെയും മലയെയും നമ്മുടെ വളഞ്ഞ വഴികളെയും പരുപരുത്ത തലങ്ങളെയും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കുരിശ് എങ്ങനെയാണ് അതിന് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ആ പ്രതികരണം നമ്മെ സുഖപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഏശയ്യയുടെ പുസ്തകത്തിൻ്റെ 53-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഏശയ്യ പ്രവാചകന്റെ 40-ാം അധ്യായത്തിലാണ് സ്നാപകയോഹന്നാൻ പറയുന്ന ആ പ്രവചനം, ആ മരുഭൂമിയിലെ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. യേശുവിൻ്റെ മരണത്തിന് ഒരു 700 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ പ്രവചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ യേശുവിനെ കണ്ട്, കുരിശിനെ കണ്ട് എഴുതുന്നത് പോലെയാണ് ആ പ്രവാചകൻ അത് എഴുതുക. ഇപ്പൊ കുരിശിനെ പറ്റി പറയുന്ന ആ ചാപ്റ്റർ നിങ്ങൾ വായിക്കണം. എല്ലാ ഗുഡ് ഫ്രൈഡേക്കും നമ്മൾ വായിച്ച് ധ്യാനിക്കാറുള്ളതാണ്. എന്നാലും അത് ഇപ്പം ഈ 4-5 വാക്കുകൾ ഈ പുനരൈക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വായിക്കാൻ ശ്രമിക്കണം. അതിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയും, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ഇറ്റ്സ് നോട്ട് സേയിങ് അബൌട്ട് സിൻ. പെട്ടെന്ന് കുരിശെന്ന് ഓർക്കുമ്പോഴേക്ക് എല്ലാവർക്കും പാപം എന്ന് പറഞ്ഞിട്ടാണ് കയറി വരണേ. പക്ഷേ ഇറ്റ്സ് നോട്ട് ട്രൂ. ആ പാപം മാത്രമല്ല വഹിച്ചിരിക്കണേ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അതാണ് ആ താഴ്വര. ആ താഴ്വരയിൽ നിറച്ചു വെച്ചിരിക്കുന്ന വേദന, നൂറ്റാണ്ടുകളുടെ വേദന, ജലം പോലെ ഇരിക്കണം അത്. അതുകൊണ്ട് അതിനെ മുറിവുകളായിട്ട് ഞാൻ പറഞ്ഞു. അത് എപ്പോഴും നിരപ്പായ സ്ഥലത്തു നിന്നുള്ളൊരു ക്ഷതമാണ്, ഒരു കട്ടിയാണ്. അതിൽ നിറഞ്ഞിരിക്കുന്ന വേദനകളെയാണ് അവൻ വഹിച്ചത്. സോ യേശു നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. കർത്താവേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഐ ഡു അണ്ടർസ്റ്റാൻഡ്, നീ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിൻ്റെ ഉള്ളിൽ വേദനയുണ്ടോ? നിറഞ്ഞു കുമിഞ്ഞ് പുറത്തേക്ക് ചാടി വരുന്ന വേദന. ആ വേദന ഉണ്ടെങ്കിലും നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യും. ഇറ്റ്സ് പെയിൻ, പ്യുവർ പെയിൻ. And I need not explain to you how much pain that you carry within yourself. It's terrible. പലപ്പോഴും ഒരു വ്യക്തി മാത്രമല്ല, ഒരു ഇടവക, ഒരു കായാവസ്ഥയെ ഞെരുങ്ങി വിഷമിക്കുന്ന ഒരു ഇടവക. Then even though I was not belong to that area, I called the parish council members and said, please come, we'll sit down sometime. And when I began to talk to them, the amount of pain, the pain inflicted by the priest, the pain that came because of the division in the parish, and how they quarreled. And if you ask those each parishioners, they say, we did not do anything. But the entire parish is in pain. ഞെരുക്കത്തിലായിരിക്കുന്ന വ്യക്തികൾ. ദെൻ ഈ വേദനകളെയാണ് അവൻ വഹിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ ചുഴ്ന്നു നിൽക്കുന്ന നെഗറ്റീവ് പവറായിട്ട് ഈ വേദനകൾ, താഴ്വരകളെ നമുക്ക് സൃഷ്ടിക്കാം, നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാം.
പുത്തൻകൂർ സമുദായത്തിൻ്റെ ഉള്ളിൽ അത്തരം ഒത്തിരി വേദനകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവിന് മനസ്സിലായി. കുരിശിലേക്ക് വരണമെന്ന് മനസ്സിലായി. ഹാഴ്ചയിലെ പ്രാർത്ഥനകളിൽ, പിതാവിൻ്റെ പ്രാർത്ഥനകളിലും, അല്ലെങ്കിൽ നിങ്ങൾ മലങ്കര സഭയുടെ ആ ആഴ്ചയിലെ ആ പ്രാർത്ഥനയുടെ പേരെന്തെന്ന് എനിക്കറിയില്ല, സെതറ പ്രാർത്ഥന എന്ന് എന്താണ് പറയുക, ലോങ് ധ്യാനങ്ങൾ പോലെ അവർ വായിക്കും. സോ അമേസിങ് തിങ്സുകളാണ് അത്. ഇങ്ങനെ പിതാക്കന്മാർ എഴുതിക്കുന്നതാണ്. ആറ്റി കുറുക്കി കുരിശിൻ്റെ ആ വലിയ പാക്കേജിനെ കുറിച്ച് അവർ ലോങ് മെഡിറ്റേഷനുകൾ പറയും. ആ മെഡിറ്റേഷനുകളിലൊക്കെ നമ്മുടെ വേദനകളെ വഹിച്ച തമ്പുരാനെ വിളിക്കുകയും ആ വേദനകളെ മാറ്റിത്തരുന്ന അവൻ്റെ വലിയ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ അവർ ധ്യാനിക്കും. യു ഓൾസോ ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഡോണ്ട് ടെൽ ദാറ്റ് ജീസസ് ഡസൻറ്റ് നോ മൈ പെയിൻ. ഹി നോസ് ഇറ്റ് ആൻഡ് ഹി ഓൺലി നോസ്. Nobody else knows that, and nobody is bothered even the pain that lurks deep within you. പക്ഷെ ആ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അതിനെ ഗ്രിപ്പ് ആവണം നിങ്ങൾ. ആ വേദനകളെ കർത്താവിന് സമർപ്പിക്കണം. പക്ഷേ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒരു ഇൻട്രസ്റ്റിംഗിൽ പറയും, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്. ആ താഴ്വരകളിൽ നിറച്ചു വെച്ചിരിക്കുന്ന വേദന. യു ഡിഡ് നോട്ട് ഡു എനിത്തിങ്. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. യേശുവിന് മനസ്സിലാവും അത്. അപ്പം ആ താഴ്വരകളിലേക്ക് കടന്നു ചെല്ലുക. അതിനാ രാജപാത ഉണ്ടാക്കണമെന്ന് സ്നാപയോഹന്നാൻ പറയണേ. യു ഷുഡ് മേക്ക് എ വേ, ഹി വിൽ കം ആൻഡ് ഹി വിൽ ഷുവർലി കം. ആ താഴ്വരകളിലേക്ക് കടന്നു ചെന്ന് അതിനെ നികത്തി കംപ്ലീറ്റ് നിങ്ങളെ സ്വസ്ഥപ്പെടുത്തുന്ന പുനരൈക്യത്തിൻ്റെ വലിയ കർമ്മമാണ് ഈ പീഡാസഹനത്താൽ അതിനെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ എന്നതിൽ നമ്മൾ ധ്യാനിക്കുന്നത്. രണ്ടാം പാദത്തിൽ പറയും, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്. സോ ഇഫ് ഐ ഡു ലൈക്ക് ദിസ്, ഐ ഫീൽ പെയിൻ. അപ്പൊ എന്താ ദുഃഖം സോറോ എന്ന് പറയുന്നത്. സോറോ എന്താ ദുഃഖം? ആ ദുഃഖം ഈ കുന്നും മലയും കണക്റ്റഡ് ആണ്. ഇറ്റ് കംസ് ഫ്രം ആ ഹിപ്പോക്രസി. നമ്മൾ എന്തൊക്കെയോ ഭാവിക്കുകയാണ്, അത് നമ്മൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ട് അതൊക്കെ എനിക്ക് ഉണ്ട് എന്നൊരു കാട്ടിക്കൂട്ടിലുണ്ട്. എല്ലാ കുന്നും മലയുടെ താഴെ ദുഃഖങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ദുഃഖം എന്ന് പറയുന്ന സാധനം ഇന്നില്ല. ഒരു ദുഃഖം വന്ന കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ശരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ, ഐ വാസ് സോ അറ്റാച്ച്ഡ് ടു മൈ മമ്മി. ദെൻ അമ്മ മരിച്ചിട്ട് ഞാൻ ഒറീസയിൽ ഓടി വന്നു. എന്നിട്ട് ഒരു നല്ല കത്തോലിക്ക പുരോഹിതനെ പോലെ വളരെ കൺട്രോളോടുകൂടെ ഞാൻ എൻ്റെ അമ്മയെ ബറി ചെയ്തു. അപ്പോൾ എല്ലാവരും ഞാൻ പ്രസംഗിച്ചു, കുർബാൻ ചൊല്ലി, ചൊല്ലി. എൻ്റെ കൂട്ടുകാരച്ഛന്മാരൊക്കെ പറഞ്ഞു, അമ്മ മരിച്ചൊക്കെ എന്തായാലേ നീ പ്രസംഗിക്കും, കുർബാനൊന്നും ചൊല്ലണ്ട, നീ ചിലപ്പോൾ കരഞ്ഞ് വലിയ സീനൊക്കെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, നോ, അതൊരു കത്തോലിക് ലേഡിയായിരുന്നു. എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുകയും സഭയിൽ വിശ്വസിക്കുകയും ഒത്തിരി പരിത്യാഗം ചെയ്തിരുന്ന ഒരു ലേഡിയായിരുന്നു. അപ്പോൾ അതൊരു കത്തോലിക്ക വ്യക്തിയുടെ എല്ലാം ഇതോടുകൂടെ, എല്ലാ റൂബ്രിക്സോടുകൂടെ അതിന് അങ്ങനെ ഒരു സംസ്കാരം കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. സോ ഐ ഡോണ്ട് സീ ഹർ ആസ് മൈ മമ്മി. ഐ സീ ഹർ ആസ് എ വണ്ടർഫുൾ വുമൺ, വൺ ഹു പ്രാക്ടീസ്ഡ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഹു ഗേവ് ബർത്ത് ടു മീ ആൻഡ് ടു മൈ സിസ്റ്റർ ഹു ഇസ് ഓൾസോ CM സിനാൻ. പക്ഷെ അന്ന് രാത്രി എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ അമ്മയുടെ കട്ടിലിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഐ ഫെൽറ്റ് സോ സാഡ്, ഐ ഫെൽറ്റ് ലൈക്ക് എ സൺ. അത് കഴിഞ്ഞ് ഞാൻ വന്ന് അവിടെ സോഫ സെറ്റ് ആ സെറ്റിൽ ഞാനിരുന്നു. ഞാനങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനിയനും ഭാര്യയും 2 മക്കളും, എൻ്റെ ചേട്ടനും ഭാര്യയും 2 മക്കളും, എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും 2 മക്കളും, പിന്നെ അങ്കിളുമാരും ആൻറ്റിമാരും അവരുടെ മക്കളും, ഞാൻ മാത്രം ഒറ്റ. എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. ദുഃഖം ബിഗിൻ ടു കം. Did I make a mistake? അതാ ദുഃഖം. ദുഃഖങ്ങൾ ഇന്ന് കടന്നു വരുന്നതല്ല. ഇനി ഞാൻ ആ ഫീലിങ്ങിനെ, ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ള ഫീലിംഗ് ഞാൻ വളർത്തിയെടുത്താൽ എന്നെ അത് പുനരൈക്യത്തിൽ നിന്ന് മാറ്റി നിർത്തും. അത് എൻ്റെ ജീവിതത്തിൽ കുന്നിനെയും മലയെയും ക്രിയേറ്റ് ചെയ്യും, കപടതയെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതിനെയൊക്കെ സർമൗണ്ട് ചെയ്യാനുള്ള വളഞ്ഞ വഴികളിലേക്കൊക്കെ കടക്കാൻ തുടങ്ങും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളുണ്ടെന്ന്. ഇറ്റ് ഈസ് ദേർ. പക്ഷെ ദുഃഖങ്ങൾ ഇന്നില്ല. ദുഃഖങ്ങളൊക്കെ അതീതങ്ങളിൽ നിന്ന് വരുന്നതാണ്, ഭൂതകാലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അവിടെ നമ്മൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസരം,
അവിടെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിനോ നമ്മൾ ഒരാളുടെ സ്നേഹമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ ബട്ട് യു എൻറ്റഡ് അപ്പ് ആസ് എ ക്ലർക്ക് ആൻഡ് സോ ഓൺ. പിന്നെ എപ്പോഴും ഡോക്ടർമാരെ കാണുമ്പോൾ ഉള്ളിൽ ഒരു കിരികിരിപ്പ്. നോ എന്തൊക്കെ ദുഃഖങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന്. വിവാഹത്തിനെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ച് ഒത്തിരി ദുഃഖങ്ങൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമാശയായിട്ട് തോന്നും. ഇതൊക്കെയാണോ വലിയ കാര്യങ്ങളായിട്ട് വെച്ചുകൊണ്ട് നടക്കണേന്ന്. പുനരയിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയേ. ഈ ദുഃഖങ്ങൾ മാത്രമായിരിക്കും പൊന്തി വരണേ. അങ്ങനെ ഉണ്ടായില്ല, ഇങ്ങനെ ഉണ്ടായില്ല, എനിക്ക് അത് തന്നില്ലോ, ഇതെന്നെ വേദനിപ്പിച്ചു, എനിക്കത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങും. നൂറ്റാണ്ടുകളോടും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകൾ പുനരൈക്യത്തിൽ നിന്ന് മാറി നിൽക്കലും. കുന്നും മലയെയും നമ്മൾ നിരത്തി ഈ ദുഃഖങ്ങളെ യേശുവിന് കൊടുക്കണം. യേശുവിന് അങ്ങനെ ഒത്തിരി വേദനയും ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഗെത്സെമനിൽ നമ്മൾ കാണണേ, വാട്ട് എ പെയിൻ. പിന്നീട് ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണേ എന്ന് പറയുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ദുഃഖം, എന്തൊക്കെയോ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ധ്വനിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടൂടെ. ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ പോലെയായിരുന്ന ആൾ പറയണ ഐ എം ഗ്രീവ്ഡ് ടു ഡെത്ത് എന്ന് പറഞ്ഞ, മരണം പോലെ ഞാൻ വേദനിക്കുന്നു എന്നൊക്കെ പറയണേ. പിന്നീട് അവിടെ വന്ന യൂദാസിൻ്റെ ചുംബനങ്ങളും പത്രോസ്ലീഹായുടെ ഞാൻ അറിയില്ല എന്ന് പറയുന്നതും, ബറവാസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പുരോഹിത വർഗം അവരെ എല്ലാവരെയും ആക്കി ബറവാസിനെ ഫ്രീ ആക്കി കൊണ്ടുപോകുമ്പോഴുണ്ടായിരുന്ന ഒരു സമയം, മുൾമുടി വെച്ച് നീ രാജാവാണെന്ന് പറയുന്ന സമയം, ദുഃഖങ്ങൾ പെരുമഴ പോലെ യേശുവിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ നിന്റെ ദുഃഖങ്ങളെ വഹിച്ചതാ, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളെ വഹിച്ചതാ, ഒരു സമുദായത്തിൻ്റെ ദുഃഖങ്ങളെ വഹിച്ചതാ, ഈ ലോകത്തിൻ്റെ ദുഃഖങ്ങളെ വഹിച്ചതാ. അപ്പൊ ഞാൻ ആ ദുഃഖങ്ങളും കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഞാൻ ആ വേദനകളും കൊണ്ട് നടക്കുക, അത് പുനരൈക്യപ്പെടുത്തുന്ന കുരിശിന്റെ ശക്തിയെ നമ്മിൽ നഷ്ടപ്പെടുത്തി കൊടുക്കും. ചിലരൊക്കെ പറയും എൻ്റെ മനസ്സിലെ ദുഃഖങ്ങളും വേദനകളും മാത്രമല്ല ഉള്ളതെന്ന്. അത് കർത്താവിനും അറിയാം. അതിൻ്റെ 3-ാം പാദത്തിൽ പറയും, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു. ഈ അതിക്രമങ്ങളാണ് വളഞ്ഞ വഴി. വളഞ്ഞ വഴിയിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ അതിക്രമം എന്ന് പറയണേ. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേർഡ് അതിക്രമം? ഇംഗ്ലീഷിൽ പറഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ട്രസ്പാസ് എന്ന് പറയുന്നത്, ട്രസ്പാസ്. അതുകൊണ്ടാണ് ഈ മതിലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേലിയുടെ അടുത്തൊക്കെ ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതിക്രമിച്ച് കിടക്കുന്നവർ ശിർഷാർഹരാണ് എന്നൊക്കെ എഴുതിയിരിക്കണേ. എന്ന് പറഞ്ഞാൽ ഒരാളുടെ അതിർത്തിയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ടെറിട്ടറിയിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുക, അതിനാണ് അതിക്രമം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യേശുവിൻ്റെ ജീവിതം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പീഡാസഹനം അതിക്രമം മാത്രമായിരുന്നു. ഇപ്പൊ അതിക്രമത്തിന്റെ സിംപിളസ്റ്റ് ഫോം എന്നിട്ട് എൻ്റർ ഇൻ ടു സംബഡീസ് റൂം വിത്തൗട്ട് നോക്കിങ് അറ്റ് ദ ഡോർനോ, ജസ്റ്റ് അങ്ങോട്ട് കയറിച്ചില്ല. അതൊരു സിമ്പിൾ ട്രെസ്പാസ് ആണ്. ഒരു ഹയസ്റ്റ് ട്രെസ്പാസ് എന്തായിരിക്കാം? ഒരു റേപ്പ്, ഒരു ബലാത്സംഗം എന്നൊക്കെ പറയുന്നത്, പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അതിക്രമിച്ചു കയറുന്ന ഒരു എക്സ്പീരിയൻസ്, അതാണ് അതിക്രമം. ഇറ്റ്സ് ഹാപ്പനിങ് ഓൾ അറൗണ്ട് അസ്. മ്ലേച്ഛത ഊറിക്കിടക്കുന്ന അടിത്തട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അതിക്രമങ്ങളിലൂടെ കടന്നു വരുന്നതാണ്. നിങ്ങളത് ചാനൽ ചർച്ചകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ ക്രാഫ്റ്റ്നെസ്സോടുകൂടി അറേഞ്ച് ചെയ്ത റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴോ ഒക്കെ ചിലപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ആ ഒരു മതപരമായ ചിന്തകളിലേക്ക് നിങ്ങൾ എന്തിനൊക്കെയാണ് സീക്രട്ടായിട്ട് വിചാരിക്കുന്നത്, അതിനൊക്കെ ചവിട്ടി മറയ്ക്കുന്ന അതിക്രമങ്ങളുടെ ഡയറക്ട്ലി കമ്മിങ് ടു യുവർ ബെഡ്റൂം. പല രൂപങ്ങളിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. You need not do anything. അതിക്രമങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയും. അതല്ലേ തുമ്പിക്കളി എന്ന് ഞാൻ പറഞ്ഞത്, ഇരകളുടെ വേദനകൾ എന്ന് പറയുന്നത്. സോ അതിക്രമങ്ങൾ അധികാരികളിൽ നിന്നോ ഉപചാപകരിൽ നിന്നോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ആ അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ബലിയാടുകളാക്കപ്പെട്ട വ്യക്തികളായിട്ടും നമ്മൾക്ക് മാറാം. ഒരു സമൂഹത്തിനും അങ്ങനെ മാറാം. പുത്തങ്കൂർ സമുദായത്തിനെ കുറിച്ച് ഞാൻ 2 പ്രാവശ്യമായി ഇപ്പം അങ്ങനെ പറയുന്നു. ഈ രോഗികളുടെ വേദന എന്ന് പറഞ്ഞപ്പോഴും ഈ പുത്തങ്കൂർ സമുദായത്തെ ഒരു തുമ്പിയുമായിട്ട്
അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് പറഞ്ഞപ്പോഴും ഐ ബിലീവ് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇരകളായിട്ടുണ്ട്. പക്ഷേ ഈ അതിക്രമങ്ങൾ വളഞ്ഞ വഴികളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനെ ഇനി എങ്ങനെ കൗണ്ടർ ആക്ട് ചെയ്യും? വേറൊരു അതിക്രമത്തിലൂടെ കൗണ്ടർ ആക്ട് ചെയ്യും. പെയിൻ വരാൻ വേറെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു ജീവിതം നശിച്ചു പോകാൻ അതിക്രമം മാത്രം മതി എന്ന് ഞാൻ കന്തമാൾ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന് അനുഭവിച്ചതാണ്. കന്തമാളിൻ്റെ ആ വേദനയിൽ ഭാഗമായ ഒരു വൈദികനാണ് ഞാൻ. ഫോൺ കോളുകൾ 1 after വരാൻ തുടങ്ങിയിരുന്നു. അവർ പള്ളികൾ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛ 1 പോയി, 2 പോയി, 3 പോയി. പിന്നെ ക്രിക്കറ്റ് കമൻട്രി പോകുന്നത് പോലെ അത് അർദ്ധ സെഞ്ചുറിയും തികച്ച് സെഞ്ചുറിയും തികച്ച് 170ഓളം പള്ളികൾ തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് നിന്നു. അവിടെയൊക്കെ ഞാൻ ദൈവവചനം പങ്കുവച്ചിട്ടുള്ളതാണ്. ആ മക്കളോട് കൂടിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് അതിക്രമികൾ ആക്രമിച്ചു കയറി. ഓരോ പള്ളികളും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ പോലെ തോന്നി, പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലെ എനിക്ക് തോന്നി. ഞാനൊന്നും ചെയ്തിരുന്നില്ല, പക്ഷെ എന്നിൽ ഒത്തിരി വേദന വന്നു. ആ കാലങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ ഈ സങ്കീർത്തനം 137 അവസാനത്തെ ലൈനുകളൊക്കെ എൻ്റെ ഉള്ളിൽ കയറി വരായിരുന്നു. കാരണം ഈ അതിക്രമത്തിൻ്റെ ആ വേദനയിൽ ഇസ്രായേൽ എക്സൈലിലെ പ്രവാസികളായി ആ ബാബിലോണിലേക്ക് നടന്നു പോകുമ്പോൾ അവരൊരു പാട്ട് പാടും, ഹൗ ക്യാൻ വി സിംഗ് ദ ലോർഡ് സോങ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ് എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങളുടെ വലത് കൈയൊക്കെ ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് പോട്ടെ, ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ അവിടെ ഇട്ടു, ഞങ്ങളെങ്ങനെ പാട്ട് പാടും. അതിൻ്റെ അവസാനത്തിൽ പറയുന്ന 2 സെൻറ്റൻസ് ആദ്യമൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പിന്നീട് പറയുന്നത് ഹാപ്പി ദ വൺ ഹു ടേക്സ് ദിയർ ബേബ്സ് ആൻഡ് ഡാഷ് ഇറ്റ് ഓൺ ദ റോക്ക് എന്ന് പറയും. അവരുടെ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് പാറയിൽ അടിച്ചു കൊല്ലുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയും. അതാണ് ആങ്കർ, ദ പെയിൻ. പുനരൈക്യപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആ സെന്റൻസുകൾ ഉപയോഗിക്കും. കാരണം അതിക്രമിക്കപ്പെട്ടതിൻ്റെ വേദന ഇരച്ചു കയറുമ്പോൾ നമ്മൾ പറയും അവർ ഭാഗ്യപ്പെട്ടവരാണ്, അവരുടെയൊക്കെ മക്കളെ എടുത്ത് പാറയിൽ അടിച്ചു കൊല്ലുന്നവർന്ന്. അങ്ങനെ പോയി കൊല്ലാം, അതാണ് പുനരൈക്യം. പക്ഷെ അങ്ങനെയുള്ള വേദനകൾ ഇല്ല എന്ന് പറയുന്നില്ല. അത് വളഞ്ഞ വഴിയിലൂടെ വന്ന അതിക്രമത്തിന് ഇരയായിപ്പോ വന്നതാണ്. പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ പുനരൈക്യത്തില് ഈ അതിക്രമത്തിന് ഇരയായ വ്യക്തികളുടെ ഉള്ളില് രക്ഷാകരമായി തിരുത്തലിന് വേണ്ടിയിട്ടുള്ള ആഴത്തിലുള്ള ആകാംക്ഷ വരണം. എങ്ങനെയാണ് തിരുത്തുക? ഇനി ഒരിക്കൽ കൂടി ഞാൻ എന്തു ചെയ്യും? നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ബോംബിടുമോ? അല്ലെങ്കിൽ ഏത് വഴിയാണ് സ്വീകരിക്കേണ്ട? വളഞ്ഞ വഴി സ്വീകരിക്കണോ? അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ടു. അതിക്രമത്തിന് 2 തലമുണ്ട്. ഒന്ന് നമ്മൾ ഇരയായതിൻ്റെ തലം, നമ്മളെ അതിക്രമിച്ച് കയറി നമ്മളെ ഇരയാക്കിയതിൻ്റെ. മറ്റേ തലം നമ്മൾ അതിക്രമിച്ച് കയറിയതിൻ്റെ, നമ്മുടെ വളഞ്ഞ വഴി. ഒരെണ്ണം പാസീവായിട്ട് മറ്റുള്ളവന്റെ വളഞ്ഞ വഴിയിലൂടെ നമ്മുടെ ജീവിതം നശിച്ചത്, സമുദായം നശിച്ചത്, കുടുംബം നശിച്ചത്. മറ്റേത് നമ്മൾ നമ്മുടെ വളഞ്ഞ വഴിയിലൂടെ ഇതിനൊക്കെ പെർപ്പിച്വേറ്റ് ചെയ്ത് നിർത്തുന്നത്. സോ ഇഫ് യു റീഡ് ഇംഗ്ലീഷ് അവർ ഫാദർ, അവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇംഗ്ലീഷ് പ്രാർത്ഥന, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ്റെ സമയത്താണ് ആ വാക്ക് ഈ forgive us our sin എന്നുള്ളത് മാറ്റിയിട്ട് he will use that word trespass. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അവർ ഫാദറിൽ പറയുന്നത് forgive us our trespassers, ഞങ്ങളെ ട്രസ്പാസ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അതിക്രമിച്ചു വന്നവർ, അവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. as we forgive those who trespassed against us. ഈ വളഞ്ഞ വഴിയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കയറിയവരെ ഞാൻ ക്ഷമിക്കുന്നു. അത് പുനരൈക്യത്തിൻ്റെ ഒരു ഹയസ്റ്റ് പ്രാർത്ഥനയാണ്. കാരണം ആ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന പുത്രൻ പറയുന്നതാണ്, നമ്മൾ ആ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പുനരൈക്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ. സോ വി forgive those who trespassed against us as he will forgive all those who trespassed us.
യു ഷുഡ് മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ് വേർഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. പിതാവിന് അത് ഒത്തിരി മനസ്സിലായിരുന്നു, ആ സമുദായം എങ്ങനെയാണ് ട്രസ്പാസ്ഡ് ആയതെന്ന്. പലപ്പോഴും പുനരൈക്യത്തെക്കുറിച്ചും പുത്തൻകൂർ സമുദായത്തെക്കുറിച്ചും ഒക്കെ ഞാൻ വായിക്കുമ്പോൾ അതിൽ ഈ ട്രസ്പാസുകളുടെ കഥകൾ മാത്രമേ അവർ പറയുന്നേ. ഞങ്ങൾ ട്രസ്പാസ്ഡായി, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ ആരാധന രീതികളെ, ഞങ്ങളുടെ ഭരണ സംവിധാനങ്ങളെ ഒക്കെ ട്രസ്പാസ് ചെയ്തു. I'm not negating. But how do you respond now? ആ മ്ലേച്ഛതയുടെ അടിത്തട്ടിൽ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയോ? ആ വളഞ്ഞ വഴിയിലെ വേദനകളെ വഹിച്ചുകൊണ്ട് ജീവിതത്തെ നഷ്ടപ്പെടുത്തോ? സുഖപ്പെടണ്ടേ? പുനരൈക്യപ്പെടണ്ടേ? നമുക്ക് മുന്നോട്ട് വീണ്ടും പോകേണ്ടേ? So we should come to that cross and say, അതിക്രമങ്ങളുടെ ബലിയാട് ആയിട്ടുണ്ട്, ഞാനും അതിക്രമിച്ചിട്ടുണ്ട്, have mercy on us. അപ്പോൾ ആ കുരിശില് പുനരൈക്യത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരിക. നാലാമത്തെ ഭാഗത്തിൽ പറയുന്നതാണ് നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അപരാധങ്ങൾ എന്ന് പറയുന്ന അകൃത്യങ്ങൾ, അതാണ് നമ്മൾ ടെക്നിക്കലി പറയുന്ന സിൻ. വാട്ട് ഈസ് സിൻ? നിയമത്തിന്റെ ലംഘനമാണ് പാപം എന്ന് പറയും. അകൃത്യം. വാട്ട് സപ്പോസ് ടു ഡു, യു ഡോണ്ട് ഡു ദാറ്റ്. സം ട്രാൻസ്ലേഷനിൽ അതിന് അധർമ്മം. എൻ്റെ ഒരു ധർമ്മമുണ്ട്, ഒരു പുരോഹിതന്റെ ധർമ്മം, സ്ത്രീ ധർമ്മം, ഭർതൃധർമ്മം എന്നൊക്കെ, അതിനെതിരായി പോകുന്ന അധർമ്മം അല്ലെങ്കിൽ അകൃത്യം അല്ലെങ്കിൽ അപരാധം. അപരാധം നമ്മൾ ക്രിമിനൽ എന്ന് പറയും. ദാറ്റ് ഈസ് അവർ റിട്ടൺ നിയമങ്ങളെയൊക്കെ ലംഘിച്ചതിനെ കുറിച്ച്. പക്ഷെ പുനരൈക്യം ഈ തലത്തിലല്ല നടക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പുനരൈക്യത്തിന്റെ തലങ്ങളാണ് അതിന് മുമ്പുള്ള 3 പാദങ്ങൾ: വേദനകൾ, അല്ലെങ്കിൽ ദുഃഖങ്ങൾ, അതിക്രമങ്ങൾ. അതിനെ യു ഹാവ് ടു ഗെറ്റ് ഗ്രിപ്പ് വിത്ത് ദോസ് തലം. പലപ്പോഴും നമ്മൾ ഈ അകൃത്യങ്ങളെ കുറിച്ച് ഗ്രിപ്പ് പെട്ടെന്ന് വരും നമ്മളിൽ. ഓക്കെ, ഞാൻ പാപം ചെയ്തു പോയി. എങ്ങനെ പാപം ചെയ്തു പോയെ? 10 കൽപ്പന ലംഘിച്ചു, 5 കൽപ്പന ലംഘിച്ചു, പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ലംഘിച്ചു. അപ്പം വേഗം ഒരു കടലാസിലേക്ക് എഴുതി കൊണ്ടുവന്നിട്ട് കുമ്പസാരിക്കും, ഞാൻ അത് ലംഘിച്ചു, ഇത് ലംഘിച്ചു, അത് ലംഘിച്ചു, ഇത് ലംഘിച്ചു. ബട്ട് യു ഷുഡ് ഓൾസോ സേ ദാറ്റ് എൻ്റെ മനസ്സിൽ വേദന തളം കെട്ടിക്കിടക്കുന്നു. ഇതൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ദേഷ്യം വരുന്നു, എൻ്റെ ഉള്ളിൽ ദുഃഖം നിറഞ്ഞു കിടക്കുന്നു. അതെന്താ പറയാത്തെ? അപ്പൊ പലപ്പോഴും പുനരൈക്യപ്പെടാൻ കഴിയുന്നില്ല. 100 കുമ്പസാരം കഴിഞ്ഞിട്ടും പുനരൈക്യപ്പെടുന്നില്ല. പലപ്പോഴും ഏത് സമുദായങ്ങളാണോ തല്ലുകൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇടവകളാണോ തല്ലുകൂടി നിൽക്കുന്നത്, അതിലുള്ള ആൾക്കാരൊക്കെ കുമ്പസാരിക്കണില്ലേ? അച്ഛന്മാർ കുമ്പസാരിക്കണില്ലേ? അവരും കുമ്പസാരത്തിന്റെ ആ ഒരു റിക്കൺസിലിയേഷൻ മിനിസ്ട്രി നടത്തുന്നില്ലേ? എന്നിട്ട് എന്തേ പുനരൈക്യം വരാത്ത? അകൃത്യങ്ങളുടെ പാദത്തിലല്ല, ആ തലത്തിലല്ല പുനരൈക്യം നടക്കണേ. പുനരൈക്യം അതിന്റെ ബാക്കിലുള്ള വളഞ്ഞ വഴിയെ നേരെയാക്കുന്നതിലൂടെയും കുന്നും മലകളെയും നിരത്തുന്നതിലൂടെയും താഴ്വരകളെ നികത്തുന്നതിലൂടെയാ. അതിൽ എൻ്റെ വേദനയും എൻ്റെ ദുഃഖവും എന്നെ ബലിയാടാക്കിയിട്ടുള്ള ആ അനുഭവങ്ങളെയും ഞാൻ കർത്താവിന് കൊടുക്കണം. പലപ്പോഴും നമ്മുടെ കുമ്പസാര കൂടുകള് പുനരൈക്യപ്പെടുന്നതിന്റെ വേദികളാകാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. കാരണം നമ്മൾ പലപ്പോഴും കുമ്പസാരിക്കാൻ പഠിപ്പിക്കുന്നത് ഫാദർ forgive me that I have it is 3 months since I made my last confession, since then I accuse of following sins. 3 മാസമായി കുമ്പസാരിച്ചിട്ട് അതിനുള്ളിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്നെ അക്യൂസ് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അപരാധങ്ങളിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന് അവൻ മോചനം തേടിപ്പോയി. പക്ഷെ പുനരൈക്യപ്പെടില്ല. എന്നിട്ട് പുനരൈക്യപ്പെടാതെ നടക്കും. കാരണം പുനരൈക്യപ്പെടണ കുരിശിന്റെ പാക്കേജിലേക്ക് വരണം. തൻ്റെ താഴ്വരകളിൽ തളം കെട്ടി വെച്ചിരിക്കുന്ന വേദനകളെ അവന് വഹിക്കാൻ കൊടുക്കണം, ദുഃഖങ്ങളെ ചുമന്നു കൊടുക്കാൻ പഠിക്കണം. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവന് മുറിവേൽക്കപ്പെട്ടു. ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ആ 5-ാമത്തെ വചനത്തിന്റെ അവസാനം പറയുന്നു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആ സൗഖ്യം പ്രാപിക്കലാണ് പുനരൈക്യം. പലപ്പോഴും നമ്മൾ ഒരു സമൂഹമായിട്ട് നിലനിൽക്കുകയും നമ്മൾ യേശുവിൻ്റെ ആ ഒരു പേരിലാണ് നിലനിൽക്കുന്നെങ്കിലും നമ്മൾ പുനരൈക്യത്തിൻ്റെ മക്കളാകാതെ തന്നെ നിലനിൽക്കുന്നു.
പലപ്പോഴും. സഭയ്ക്ക് ഒരുപക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന പല അപജയങ്ങളുടെയും കാരണം കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാതെ ആയതാണ്. നമ്മൾ കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ച് അല്പം കൂടി ആഴത്തിൽ ചിന്തിക്കണം. പുനരൈക്യമാണ് സുവിശേഷാത്മകത എന്ന് മനസ്സിലാക്കണം. പുനരൈക്യപ്പെടുത്തുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് മനസ്സിലാക്കണം. അത് വെറുതെ ഒരാളെ യേശുവിൻ്റെ പേരിലേക്ക് നമ്പർ കൊടുത്തു കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ സൃഷ്ടിച്ച് ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി തല്ലുകൂടലും ബഹളം നടത്തുന്നതോ അല്ല. പുനരൈക്യപ്പെടുത്തുന്നതാണ് കുരിശിൻ്റെ ആ ഒരു അർത്ഥം. അത് ദൈവവും മനുഷ്യനുമായിട്ടും മനുഷ്യരുമായിട്ടും ഒക്കെ പുനരൈക്യപ്പെടുത്താനുള്ള സുവിശേഷ പ്രഘോഷണമാണത്. അതുകൊണ്ടാണ് കുരിശിൽ മരിച്ച യേശുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്ന് പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. കുരിശിന്റെ പുനരൈക്യമല്ലേ സുവിശേഷ പ്രഘോഷണം. ആദാമിന്റെ തെറ്റിനെ വരെ തിരുത്തുന്ന രക്ഷാകരമായ തിരുത്തലല്ലേ കുരിശിൽ നടന്നത്. ആ തിരുത്തലിലേക്ക് നമ്മളും കടന്നു ചെല്ലണം. അത് തിരിച്ചറിഞ്ഞതും കുർബാനകളില് തൻ്റെ തിരുമേനിയുടെ പീഡാസഹനത്താൽ അതിനെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന് വളരെ വളരെ വേദനയോടുകൂടെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് പിതാവിൻ്റെ മനസ്സിൽ പുനരൈക്യം ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമായിട്ട് അതൊരു ജനത്തെ മുഴുവനും യേശുവിലേക്കും പിതാവിലേക്കും സഭയിലേക്കും ഒക്കെ പുനരൈക്യപ്പെടുത്താൻ സഹായിക്കും എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ നിർത്തുന്നു. പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു നിങ്ങളോട്. നമ്മൾ അടുത്ത 2-3 പ്രഭാഷണങ്ങളെ ഒരു വിശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഭജനപരമായ ചില ധ്യാനങ്ങളിലേക്ക് നമ്മൾ കടക്കും. അതിനുശേഷം നമ്മൾ പിതാവിൻ്റെ സന്യാസഭാവങ്ങളിലേക്ക്, പിതാവ് എങ്ങനെയാണ് ഈ അടിത്തട്ടിലെ പാപങ്ങളെ കാണുന്നത്, അതെങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മളെ എല്ലാവരെയും ഐക്യങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ധ്യാനിക്കുന്നതായിരിക്കും. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓരോരുത്തരും ഇവാനിയൻ വഴി ഫോളോ ചെയ്യുന്ന ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൻ്റെ, വ്യക്തി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഈ 4 പ്രതീകങ്ങളെ കുറിച്ച് ധ്യാനിക്കണം. താഴ്വര, കുന്നും മലയും, വളഞ്ഞ വഴികൾ, പരുപരുത്ത അവസ്ഥകൾ. താഴ്വര ആ ഒരു ഇന്നർ ആന്തരികമായ മനുഷ്യൻ, കുന്നും മലയും ബാഹ്യമായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറുകൾ, വളഞ്ഞ വഴി ദാറ്റ് ക്രൂക്കഡ് ആറ്റിറ്റ്യൂഡ്സ് മനോഭാവങ്ങൾ, പരുപരുത്തത് ദാറ്റ് റഫ് എമോഷണൽ സെൽഫ്. ചോദിച്ചു നോക്കുക, ഇതിൻ്റെ ഉള്ളിലൊക്കെ അനൈക്യങ്ങളുടെ ഒരു സാധനങ്ങളൊക്കെ ചെന്ന് കിരീരിപ്പുകളൊക്കെ ചെന്ന് ഒളിച്ചിരിക്കുന്നില്ലേ? പിന്നെ കുരിശിനെ കുറിച്ച് അല്പം കൂടി ധ്യാനിച്ചു നോക്കുക. കുരിശ് നമ്മൾ ട്രഡീഷണലി പറയുന്നത് പോലെ ഇറ്റ്സ് നോട്ട് എ റിസൾട്ട് ഓഫ് മൈ സിൻ, നോ, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ബിഗ് സിൻ. ഈ ലോകത്ത് ചുഴ്ന്നു നിൽക്കുന്ന പാപത്തെ നശിപ്പിക്കാനും കൂടിയാണ് ദൈവം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും ആ സിൻ എന്ന് വിചാരിക്കും ഇമ്മീഡിയറ്റ്ലി നമ്മുടെ അപരാധങ്ങൾ അല്ലെ അകൃത്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അവൻ നമ്മുടെ വേദനകളാണ് വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അപരാധങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു, നമ്മൾ പുനരൈക്യപ്പെട്ടു. ദൈവമായിട്ട്, മനുഷ്യനായിട്ട്, സമൂഹമായിട്ട് നമ്മൾ പുനരൈക്യപ്പെട്ടു. സോ ഈ തലങ്ങളിലേക്ക് ഇനി കടന്നു ചെല്ലുമ്പോൾ അത് നമ്മൾ വെട്ടിമുറിക്കും. നമ്മുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതകളുടെ ആഴങ്ങൾ കണ്ട് നമുക്ക് തന്നെ പേടിയാവും. അതിനു മുമ്പ് ഒന്ന് വിശ്രമിച്ചോളൂ, ഒന്ന് ധ്യാനിച്ചോളൂ. അതിനുവേണ്ടി ചില ഭജനപരമായ ധ്യാനങ്ങൾ നിങ്ങളെ സഹായിക്കും. കണ്ണുകളടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പുനരൈക്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. ഒത്തിരി സൗഖ്യം തരുന്ന കുരിശിൻ്റെ ചുവട്ടിൽ നമുക്കും ഒന്നിച്ചുകൂടാം. ആഴത്തിലുള്ള പുനരൈക്യത്തെക്കുറിച്ച് ധ്യാനിച്ച് അത് എൻ്റെ കുടുംബത്തിലും
എൻ്റെ ചുറ്റുമുള്ളവരിലും സമൂഹങ്ങളിലും ഈ ലോകത്തിലും ഒക്കെ വരട്ടെ എന്ന് തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. വേദനകൾ നിറച്ച് കൊണ്ട് നടക്കുന്ന മനുഷ്യർ, ദുഃഖങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കുന്നവർ, അതിക്രമങ്ങളിൽ ബലിയാടാകപ്പെട്ടവർ, പുരോഹിതരുടെ ഇടയിൽ, സന്യസ്തരുടെ ഇടയിൽ, അധികാരി വർഗങ്ങൾക്കിടയിൽ ഈ വേദന നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും അവരൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അകൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അവരിൽ ഒത്തിരി താഴ്വരകളും കുന്നുകളും മലകളും ഈ വളഞ്ഞ വഴികളും ഒക്കെ ക്രിയേറ്റഡ് ആകുന്നു. അത് കാണിക്കുന്നത് പാപം അതിൻ്റെ കൈ അവരിലൊക്കെ വിരിച്ച് ആ മ്ലേച്ഛതയുടെ അടിത്തട്ടിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. കുടുംബങ്ങളിലും അത്തരം അവസ്ഥകളുണ്ട്. ദമ്പതിമാരുടെ ഇടയിലൊക്കെ എത്രമാത്രം വേദനയുടെ താഴ്വരകളാണ് തളം കെട്ടിക്കിടക്കുന്നത്. എത്രമാത്രം ബലിയാടാകതിൻ്റെ പീഡിക്കപ്പെട്ടതിൻ്റെ അതിക്രമങ്ങളുടെ കഥകളാണ് അവരുടെ മനസ്സിലൊക്കെ കിടക്കുന്നത്. അതല്ലേ നമുക്ക് പുനരൈക്യപ്പെടുത്തത്? അതല്ലേ നമ്മളെ വിമുഖരാക്കുന്നത്? അഭിമുഖരാകാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. പടിഞ്ഞാറോട്ട് തിരിയുന്ന ത്രോണോസിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ആ പാപപരിഹാരത്തോട് സാവകാശം വേണ്ട എൻ്റെ കർത്താവേ, ഇപ്പോൾ തന്നെ എന്നിലേക്ക് ഒഴുകി വന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്നെ പുനരൈക്യപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ പുനരൈക്യം ഈ ലോകത്തിലേക്ക് മുഴുവൻ പെയ്തിറങ്ങട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥതയോട് മധ്യസ്ഥം പറയാം. ആമേൻ.